ഇപ്പൊ ജയരാജൻ ഇന്നിപ്പോൾ അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സംഘർഷ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഷിദാസ് MP ജയരാജനാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ സംഘർഷമാണ്. ആ വേദിയിലാണ് മുതിർന്ന നേതാവായിട്ടുള്ള MP ജയരാജൻ ഇപ്പോൾ ഈ സംഘർഷ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. SFIയുടെ നേതാക്കളോട് സഖാക്കളോട് മുഴുവൻ ഇരിക്കാനായിട്ട് ആഹ്വാനം ചെയ്തു. പക്ഷെ അപ്പോഴും പോലീസ് ഉണ്ടും തള്ളും നടത്തുകയാണ്. MP ജയരാജൻ അതിനിടയിൽ പെട്ടിരിക്കുകയാണ്. എന്തായാലും മുതിർന്ന നേതാവാണ് അദ്ദേഹം പോലീസിനോട് സംസാരിക്കാനാണ് വന്നത്. പക്ഷേ പോലീസ് ഉണ്ടും തള്ളും നടത്തിയിരിക്കുകയാണ്. വീണ്ടും SFIയുടെ സംസ്ഥാന ഇപ്പോൾ പ്രവർത്തകരെ ഇരിക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത്. നേരത്തെ പോലെ തന്നെ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഇരിക്കാനാണ് നിലവിൽ ആഹ്വാനം നൽകിയിരിക്കുന്നത്. പ്രവർത്തകർ ഇപ്പോൾ വീണ്ടും സമാനമായ രീതിയിൽ വീണ്ടും ഇരിക്കുകയാണ്. ഇത് 4ാം ഘട്ടമായിട്ടാണ് SFIയുടെ പ്രവർത്തകർ ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും KSUവിന്റെ ഭാഗത്തുനിന്ന് ഇനിയൊരു കല്ലേറുണ്ടായാൽ അത് എങ്ങനെയാകും കാര്യങ്ങൾ മാറുക എന്നറിയില്ല. എന്തായാലും MP ജയരാജന്റെ പ്രതികരണം കൂടി നമുക്ക് തേടേണ്ടതുണ്ട്. ഷിദാസ്, ഇപ്പോ ധീരജിനെ കൊലപ്പെടുത്തിയ കൊലയാളിയായ കോൺഗ്രസ് നേതാവിനെ DCC അംഗമായി തെരഞ്ഞെടുത്തതോടുകൂടി ഒരു ഭരണത്തിന്റെ അഹങ്കാരത്തിലാണ് അവരിപ്പോ ഉള്ളത്. യഥാർത്ഥത്തിൽ ഒരു പ്രകോപനമില്ലല്ലോ. സെനറ്റ് ഇലക്ഷൻ SFI വിജയിച്ചു. വിജയിച്ചവരെ സ്വീകരിച്ചുകൊണ്ടുള്ള പ്രകടനം നടത്തുന്നതിനിടയിൽ SFI പ്രവർത്തകന്മാരെ ആക്രമിക്കേണ്ട കാര്യം എന്താ? നാമമാത്രമായ KSU പ്രവർത്തകന്മാരെ പോലീസിന് നീക്കം ചെയ്യാവുന്നതേ ഉള്ളൂ. അവര് കല്ലെറിയുന്നവരെ സംരക്ഷിക്കുന്ന പോലീസ്. ഇതാണോ ചെന്നിത്തലയുടെ പോലീസ്? ഇത് ഒരു ന്യായവുമില്ലാത്ത ഒരു കാര്യമാണ്. SFI പ്രവർത്തകന്മാരെ ഏകപക്ഷീയമായി KSUവിന്റെ ക്രിമിനൽ സംഘവും ഒപ്പം പോലീസും ചേർന്ന് വേട്ടയാടുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിനെയും സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിനെയും ഉൾപ്പെടെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ SFI പ്രവർത്തകന്മാരെയുമാണ് പോലീസ് തല്ലിയത്. KSUക്കാർ കല്ലെറിഞ്ഞു. ആരും അക്രമത്തിന് മുതിരാൻ പാടില്ല. ഞാനിപ്പോ വന്ന ഉടനെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത്, നിങ്ങള് SFIയുടെ നേതാക്കളെ മർദ്ദിച്ച പോലീസുകാരനെ അതിൽ നിന്ന് മാറ്റുക. അത് ഇപ്പൊ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ ഒരു മര്യാദ? ഇതൊരു ജനാധിപത്യ സമൂഹമല്ലേ? SFI തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അവര് വിജയിച്ചവരെ മാലയണിയിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നു. അവർക്കും പ്രകടനം നടത്താനുള്ള അവകാശമുണ്ട്. അതൊന്നും തടയുന്നില്ല. പക്ഷെ അതിന് ധീരജിനെ കൊലപ്പെടുത്തിയ കൊലയാളിയെ DCC അംഗമാക്കി മാറ്റുകയും ഭരണം കിട്ടിയതിന്റെ അഹങ്കാരവും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അക്രമമെങ്കിൽ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ കണ്ണൂരിലെ DCC പ്രസിഡന്റ് അന്നത്തെ പോലീസ് ജില്ലാ മേധാവിയുടെ കാറിൽ ഇരുന്ന് അക്രമത്തിന് ആഹ്വാനം ചെയ്ത രീതിയിലേക്ക് പോലീസിനെ കാക്കിധാരികളെ കതർധാരികൾ നയിക്കാൻ പാടില്ല. ഈ അക്രമം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ പാവപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ അവർ 1965 മുതൽ താമസിക്കുന്ന വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കാൻ ഉത്തരേന്ത്യയിലെ BJP സർക്കാരിനെ പോലെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ പോലെ പോലീസിനെയല്ലേ അയച്ചത്? ഞങ്ങൾ ഇന്നലെ പോയപ്പോ പ്രായം ഒട്ടേറെയുള്ള സ്ത്രീകളെ അടക്കം തലതല്ലി പൊട്ടിച്ചില്ലേ പോലീസുകാർ? ഭരണം മാറി 3-ാം നാളിലല്ലേ ഈ അക്രമങ്ങൾ? അല്ല, ഈ സാഹചര്യത്തിൽ വിവേകമുള്ള പോലീസ് ചെയ്യേണ്ടത്, അതെ, പോലീസുകാരോ ചെയ്യേണ്ടത്, അക്രമത്തിന് നേതൃത്വം കൊടുത്ത പോലീസുകാർ ഇതിലുണ്ട്. അവരെ അവിടുന്ന് മാറ്റുക. അവരെ മാറ്റിയ പ്രശ്നം തീരും. ഒന്നത്. 2 കല്ലെറിഞ്ഞ KSU പ്രവർത്തകന്മാരെ അവിടുന്ന് മാറ്റുക. ഇത് രണ്ടും ചേർന്ന പ്രശ്നം തീരും. ഞങ്ങളൊരു അക്രമം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ SFIയുടെ പ്രവർത്തകന്മാർ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ അക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടാവണ്ട എന്നതുകൊണ്ട് ഞങ്ങൾ വന്നത്. റഹീം നേരത്തെ ഇവിടെയുണ്ട്.
റഹീമും ഞങ്ങളെല്ലാം ഇവിടെ വന്നത് ഇവിടെ ഒരു സമാധാനം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണല്ലോ. ആ സമാധാനം ഉണ്ടാക്കാനുള്ള ആഗ്രഹത്തെ തടസ്സപ്പെടുത്തരുത് പോലീസ്. വിവേകമുള്ള പോലീസുകാരുണ്ടാവും. ഈ സംഘർഷം ഒഴിവാക്കണമെങ്കിൽ അക്രമം നടത്തുന്നവരെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. അതെ, മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്ന ശീലം SFIക്കില്ല, CPMനില്ല, ഇടതുപക്ഷത്തിനില്ല. അതാരാണോ അക്രമം കാട്ടിയത് അവരെയാണ് നേരിടേണ്ടത്. അല്ല, അത് പ്രകടനമായിട്ട് പോവും, അത്ര തന്നെ. അല്ല, പോലീസുകാര് ഇവിടുന്ന് മാറുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഒരു പ്രകടനമായിട്ട് വരികയാണ്. ആ പ്രകടനത്തെ മറ്റൊരു സംഘടനയുടെ ക്രിമിനൽ സംഘം കല്ലെടുത്തെറിഞ്ഞ് അക്രമം നടത്തിയും തടഞ്ഞും ജനാധിപത്യപരമായ രീതിയിൽ പ്രകടനം നടത്താനുള്ള അവകാശത്തെ നിഷേധിക്കാൻ പാടില്ലല്ലോ. പോലീസ് ഇപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, വിദ്യാർത്ഥി നേതാക്കളെ ആക്രമിച്ച ആളുകൾ പോലീസ് സേനയിലുണ്ട് ചിലര്, അവരെ അവിടെ നിന്ന് ഒഴിവാക്കണം. അതിപ്പോ അവരെ മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യുവിന്റെയും പ്രവർത്തകർ ഇപ്പോഴും അവിടെ തമ്പടിച്ച് നിൽക്കുകയാണ്. MP ജയരാജൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, A റഹീം എത്തിയിട്ടുണ്ട്, റോഷിബാൽ വിവരങ്ങൾ നൽകാനുണ്ട്. റോഷി, ഇത് ആഭ്യന്തര വകുപ്പിനെതിരെ, പോലീസിനെതിരെ ഖദർദാരികൾ പോലീസിനെ നിയന്ത്രിക്കാൻ പാടില്ല, അതായത് ഏകപക്ഷീയമായി പോലീസ് പെരുമാറുന്നു എന്നുള്ളതാണ് CPMന്റെ ആരോപണം. KSUവിന്റെ നേതാക്കൾക്ക് നേരെ ചെറുവിരൽ അനക്കുന്നില്ല, എന്നാൽ SFIയുടെ കുട്ടികൾക്ക് നേരെ കല്ലെറിയുന്നു, അവർക്കെതിരെ ലാത്തി വീശുന്നു, അവർക്കെതിരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു. അതായത് പോലീസിനെതിരെ ഈ ഒരു തെരുവ് യുദ്ധം, തെരുവ് സംഘർഷം ഒരു ആയുധമാക്കി കൂടി ഇപ്പോൾ ഉയർത്തുകയാണ് CPM. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അവിടെ? ഷിയാസ്, ഇപ്പോൾ പ്രതിഷേധിച്ച, റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ ഇവിടെ നിന്നും CPMന്റെ നേതാക്കൾ, MP ജയരാജന്റെ നേതൃത്വത്തിൽ CPMന്റെ നേതാക്കൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. ജില്ലാ സെക്രട്ടറി A റഹീമുണ്ട്, പുത്തലത്ത് ദിനേശുണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളൊക്കെ ഇടപെട്ട ഇവിടെ നിന്നും പ്രവർത്തകർ, SFI പ്രവർത്തകർ അവരെ പ്രകടനമായി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനുള്ള നിർദ്ദേശം നൽകി. അതിനുശേഷം ഇപ്പോൾ മുഴുവൻ SFI പ്രവർത്തകർ, നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും, വലിയൊരു സംഘം SFI പ്രവർത്തകരുണ്ട്. അവരെ ഇവിടെ നിന്നും പിരിഞ്ഞു പോകാനുള്ള നിർദ്ദേശം CPM നേതൃത്വം നൽകി കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പിരിഞ്ഞു പോവുകയാണ്. ഏതാണ്ട് അരമണിക്കൂറോളം സംഘർഷാവസ്ഥ, ഒരു യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു പാളയത്തുണ്ടായിരുന്നത്. അത് സംഘർഷത്തിന് താൽക്കാലികമായ ഒരു ശമനമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പ്രതിഷേധിച്ച് SFI പ്രവർത്തകരെ മുഴുവൻ പിരിഞ്ഞു പോകാനുള്ള കർശന നിർദ്ദേശമാണ്. റോഷി, KSUവിന്റെ പ്രവർത്തകർ ഇപ്പോഴും അവർ നേരത്തെ നിന്ന് അതേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ടോ? KSU പ്രവർത്തകർ പിരിഞ്ഞു പോയോ? പോലീസിന്റെ സാന്നിധ്യത്തിലാണ് പോലീസ് നിൽക്കുമ്പോൾ DCP ഉൾപ്പെടെ ACP ഉൾപ്പെടെയുള്ള ഇവിടെ നിൽക്കുമ്പോഴാണ് പെൺകുട്ടികൾ റോഷി, KSUവിന്റെ പ്രവർത്തകരല്ല ഇപ്പോൾ ഈ കാണുന്ന വൈഷ്ണവ് സുരേഷിന്റെ ഒക്കെ നേതൃത്വത്തിൽ KSUവിന്റെ പ്രവർത്തകർ അവിടെ തന്നെ തുടരുകയാണോ? അവർ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നില്ലേ? ഷിഹാസ്, KSU പ്രവർത്തകർ ആ ഭാഗത്ത് രക്തസാക്ഷി മണ്ഡപത്തിന്റെ പരിസരത്താണ്. അവിടെ പ്രതീക്ഷയുണ്ട്. ഞാൻ SFI പ്രവർത്തകർ ഇവിടെ നിന്നും പ്രതിഷേധ പ്രകടനമായി മുന്നോട്ട് പോകുന്ന അതിനൊപ്പമാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. നേരത്തെ നമ്മൾ പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അവർ പിരിഞ്ഞു പോകാനുള്ള നിർദ്ദേശം നൽകിയത്. ആഹ്ലാദ പ്രകടനമായി നമ്മൾ നേരത്തെ അത് കണ്ടതാണ്. അത് യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തി. കാരണം പരസ്പരം പോർവിളികളും അത് പിന്നീട് കല്ലേറിലേക്കും കലാശിക്കുന്ന ഒരു ഘട്ടം വന്നു. പിന്നീട് ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരെയും ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പലരെയും മറ്റു പല നഗരപ്രദേശങ്ങളിലുള്ള ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. പോലീസും ഈ സംഘർഷം പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനമായി പിരിഞ്ഞുപോയി എന്ന ധാരണയിൽ പോലീസും പിരിഞ്ഞു. പക്ഷേ പൊടുന്നനെ അത് ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ ഇത് നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമമാണ് ഏതായാലും നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. നമുക്ക് ഇപ്പോൾ CPM നേതാവ് MP ജയരാജൻ, സഖാവ്, ഇതിൽ നിലവിലെ സാഹചര്യം നിയന്ത്രണ വിധേയമായ എത്ര SFI പ്രവർത്തകർ? പരിക്ക് പറ്റിയ SFI പ്രവർത്തകന്മാർ നിരവധിയാണ്. SFI പ്രവർത്തകന്മാർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് വിജയിച്ചവരെ മാലയണിയിച്ച് പ്രകടനം നടത്തുകയായിരുന്നു.
പക്ഷെ ആ പ്രകടനത്തിന് നേരെയാണ് KSUവിന്റെ ക്രിമിനൽ സംഘം കല്ലേറ് നടത്തിയത്. ഒപ്പം അവർ പോലീസിനെ കൂടി ഉപയോഗിച്ചുകൊണ്ട് അക്രമം നടത്തി. പോലീസാണെങ്കിൽ ക്രൂരമായ രീതിയിലാണ് വേട്ടയാടിയത്. പോലീസ് ഇടപെടുന്നതിന് ഒരു ന്യായവും അറിയാനില്ല. പോലീസ് ചെയ്യേണ്ടിയിരുന്നത് SFI പ്രവർത്തകർക്ക് നേരെ കല്ലെറിഞ്ഞ KSU ക്രിമിനൽ സംഘത്തെ 10-20 പേരേ ഉള്ളൂ. അവരെ അവിടെ നിന്ന് നീക്കം ചെയ്യുകയായിരുന്നു വേണ്ടത്. അവരെ തലോടുകയും അവരെ സംരക്ഷിക്കുകയും SFI പ്രവർത്തകന്മാർക്കെതിരായി പോലീസ് നീങ്ങുകയാണ് ചെയ്തത്. പോലീസിന്റെ സഹായം KSU പ്രവർത്തകർ ലഭിച്ചു ഈ ആക്രമണത്തിൽ, അങ്ങനെയാണോ ആരോപിക്കുന്നത്? അതെ. KSU ക്രിമിനൽ സംഘം ഇപ്പോ ധീരജിനെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യ പ്രതിയെ DCC അംഗമാക്കി പ്രൊമോട്ട് ചെയ്തതോടെ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയോടൊപ്പം സെൽഫി എടുത്ത് ആഭ്യന്തരമന്ത്രിയെ മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിനന്ദിച്ചുകൊണ്ടുള്ള നാടകം നടത്തിയതിനു ശേഷം ഞാനിപ്പോ കേരളത്തിലെ പ്രധാന നേതാവാണെന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്.